ലോകമെമ്പാടും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം പകർന്ന് വിശ്വാസികൾ ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ്. മാനവികതയുടെ വെളിച്ചമായി ബത്ലഹേമിലെ പുൽക്കൂട്ടിൽ ഉണ്ണിയേശു ജനിച്ചതിൻ്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും പാതിര കുർബാനകളും നടന്നു. മറിയത്തിന് മാലാഖ നൽകിയ മംഗളവാർത്ത മുതൽ കാലിത്തൊഴുത്തിലെ തിരുപ്പിറവി വരെയുള്ള ചരിത്ര സ്മരണകളിലൂടെ വിശ്വാസികൾ ഈ പുണ്യദിനത്തെ വരവേറ്റു. നസറത്തിലെ മറിയ എന്ന സൽസ്വഭാവിയായ യുവതിയുടെ അടുക്കലേക്ക് ദൈവം ഗബ്രിയേൽ എന്ന ദൂതനെ അയച്ചതോടെയാണ് ഈ മഹാചരിത്രത്തിന്റെ തുടക്കം. എന്നേക്കും രാജാവായി ഭരിക്കാൻ പോകുന്ന ഒരു കുഞ്ഞ് ജനിക്കുമെന്ന ആ മംഗളവാർത്തയുടെ പൂർത്തീകരണമായിരുന്നു ബത്ലഹേമിലെ ആ രാത്രി. മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. ഇതെങ്ങനെ സംഭവിക്കും? ഞാനൊരു കന്യകയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. സത്രങ്ങളിൽ ഇടം ലഭിക്കാതെ പോയ ജോസഫിനും മറിയത്തിനും മുന്നിൽ പുൽത്തൊഴുത്താണ് അന്ന് ലോകത്തിന്റെ രക്ഷകന്റെ തിരുപ്പിറവിക്ക് സാക്ഷ്യം വഹിച്ചത്. ദൈവപുത്രന്റെ ജനനമറിഞ്ഞ് ആകാശത്ത് പ്രത്യേക ശോഭയോടെ തെളിഞ്ഞ ആ നക്ഷത്രം ലോകത്തിന് വെളിച്ചമായി മാറി. ആട്ടിടയന്മാർ തൊഴുത്തിലെത്തി ഉണ്ണിയേശുവിനെ കണ്ടു വണങ്ങിയ ആ പാവന സ്മരണയിലാണ് ഇന്നും ലോകമെങ്ങും വിശ്വാസികൾ പുൽക്കൂടുകൾ ഒരുക്കുന്നത്. മണ്ണിലും മനസ്സിലും വർണ്ണങ്ങൾ വിതറുന്ന നക്ഷത്ര വിളക്കുകൾ തൂക്കിയും മനോഹരമായ അലങ്കാരങ്ങൾ ഒരുക്കിയുമാണ് ഇക്കുറിയും ക്രിസ്തുമസ് രാവിനെ വരവേറ്റത്. പ്രധാന ദേവാലയങ്ങളിലെല്ലാം നടന്ന പാതിര കുർബാനയിൽ ലോക സമാധാനത്തിനായുള്ള പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. കേക്ക് മുറിച്ചും മധുരം വിളമ്പിയും സ്നേഹ സന്ദേശങ്ങൾ കൈമാറിയും ഓരോ വിശ്വാസിയും ആഘോഷത്തിൽ പങ്കുചേർന്നു. ജാതിമത ഭേദമന്യേ ഏവർക്കും മാനവികതയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശമാണ് ഈ ക്രിസ്തുമസ് കാലം പകർന്നു നൽകുന്നത്. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം.